ഇടുക്കിയിൽ സ്ത്രീകൾക്ക് നേരെ DCC അംഗത്തിന്റെ നേതൃത്വത്തിൽ ആക്രമണം. രാജകുമാരി കുമ്പപ്പാറയിൽ കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. വഴിതർക്കത്തെ തുടർന്നാണ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായത്. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുന്നു. പ്രിൻസ്, അവിടെ CCTV ആണ് തോന്നുന്നു, വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അവിടെ എന്തോ വടി പോലുള്ള ആയുധങ്ങളോ എന്തോ ഉപയോഗിച്ച് മർദ്ദിക്കുന്നതായി തോന്നുന്നു. എന്താണ് സംഭവിച്ചത്? അവിടെ ഈ സ്ത്രീകൾക്കുൾപ്പെടെ മർദ്ദനമേറ്റു എന്നാണോ? എൽദോ സ്ത്രീകൾക്ക് മാത്രമാണ് പരിക്കേറ്റിരിക്കുന്നത്. സ്ത്രീകൾ മാത്രമുള്ള ഒരു സമയത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു ഈ സംഭവം. ഒരു 16-കാരി അടക്കം 5 പേർക്കാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിലെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പ്രാദേശിക കോൺഗ്രസ് നേതാവ് മണ്ഡലം പ്രസിഡന്റുമായ ഷാജി കൊച്ചുവരവട്ടിന്റെ നേതൃത്വത്തിലുള്ള കുറച്ചു പേരാണ് കഴിഞ്ഞ രാത്രി ഈ പ്രദേശത്ത് സ്ത്രീകൾ എത്തിയിട്ട് ഇവിടെ ഒരു വഴിത്തർക്കം നിലവിലുണ്ടായിരുന്നു. ഈ ഷാജി കൊച്ചുവരവട്ടിന്റെ ഈ പ്രദേശത്തൊരു സ്ഥലമുണ്ട്. അതിലേക്ക് പോകുന്ന ഒരു വഴിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുമായി ചില തർക്കങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു. അവിടെ ഒരു ഗേറ്റ് വെച്ചത് സംബന്ധിച്ച ഒരു തർക്കമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കലാശിച്ചത്. ഈ ഗേറ്റ് ഇളകിയത് സംബന്ധിച്ച് പ്രശ്നമുണ്ടാവുകയും ഇത് ഈ വീട്ടുകാരാണെന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വരികയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ രാജാക്കാട് പോലീസിൽ ഈ പരാതി എത്തുകയും തുടർന്ന് ചർച്ചയ്ക്കൊക്കെ ഇവരെ വിളിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് സ്റ്റേഷനിലേക്ക് എത്തണമെന്നും നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിനിടയ്ക്കാണ് കഴിഞ്ഞ രാത്രിയിൽ ഈ ഷാജി കൊച്ചുവരവട്ടെന്ന കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലുള്ള കുറച്ചു പേർ ഇവരുടെ വീടിന് സമീപം എത്തിയത്. ബിന്ദു എന്ന് പറഞ്ഞ ഒരാളുടെ വീടിന്റെ സമീപം എത്തുകയായിരുന്നു. ഇതിനുശേഷമാണ് ഈ ആക്രമണം നടത്തുന്നത്. 5 പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത്. അതായത് പ്രദേശ രാജകുമാരി, കുമ്പപ്പാറ സ്വദേശിയായ സുധിയുടെ അമ്മ സുധ, മാധു സഹോദരി പൊന്നമ്മ, അയൽവാസി ബിന്ദുവിന്റെ മകൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ പിന്നീട് ഈ സംഭവത്തിന് ശേഷം ഇവർ രാജാക്കാട് പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. ഇവർ രാജകുമാരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. എന്തായാലും രാത്രിയിലാണ് സംഭവം. ഏകദേശം 10 രാത്രിയോട് അടുത്തൊരു സമയത്താണ് ഇത്തരത്തിൽ നിരവധി ആളുകൾ ഈ വീട് സമീപത്തേക്ക് എത്തുകയും ആക്രമണം അഴിച്ചിടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. കൊച്ചു കുട്ടികളടക്കം ഇവിടെ കയ്യിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. പ്രത്യേകിച്ച് പോലീസിന്റെ പരിഗണനയിൽ ഒരു പരാതി ലഭിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിൽ കാര്യങ്ങൾക്കുമായി അടുത്ത ദിവസം സ്റ്റേഷനിലേക്ക് എത്താൻ അറിയിച്ചിരുന്നു. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെയായി പോലീസൊക്കെ ഇവരെ ഇരുകൂട്ടരെയും അറിയിച്ചിരുന്നു. ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരുന്നും ഒരു കാര്യമാണ് കൂടിയുണ്ട്. എന്തായാലും വിഷയത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇരുട്ടിന്റെ മറവിലെത്തി വഴിതർക്കം പരിഹരിക്കേണ്ട ഒരു നേതാവല്ലല്ലോ, ഒരു DCC അംഗമല്ലേ. ഇദ്ദേഹം എന്തെങ്കിലും പ്രതികരിച്ചോ ഈ വിഷയത്തിൽ? ഈ വിഷ്വലൊക്കെ പുറത്തു വന്നപ്പോൾ അതിനെ നിഷേധിക്കുകയും പ്രയാസകരമാണ്. എന്നാലും അത് രാത്രിയിലാണ്, സ്ത്രീകൾ മാത്രമുള്ള സമയത്താണ്, അതൊക്കെ സ്പഷ്ടമാണ് ആ വിഷ്വലിൽ. അപ്പോൾ പിന്നെ എന്താണ് ഇതിനോടൊരു മറുപടി എന്നോ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഈ പ്രതികരണം വരുന്നത് കോൺഗ്രസിന്റെയും DCCയുടെയും ഭാഗത്ത്? എന്തോ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ പ്രാദേശിക നേതാവിന്റെയോ ആക്രമണം നടത്തിയ പ്രാദേശിക നേതാവിന്റെയോ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ഈ ദൃശ്യങ്ങളിലൊക്കെ നേതാവ് അടക്കമുള്ളവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതികരണവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ ഷാജി കൊച്ചുവരവട്ട് എന്ന് പറയുന്ന നേതാവിന്റെ ഉടമസ്ഥയുള്ള ഒരു ഭൂമിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ്. അത് ഇദ്ദേഹം വില കൊടുത്ത് വാങ്ങിയതാണെന്നും അത്തരത്തിൽ വഴിയുടെ ചില ഭാഗങ്ങളിൽ ആവശ്യത്തിന് വീതിയില്ല എന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽപ്പുണ്ട്. എന്തായാലും ആ വിഷയങ്ങൾ എന്തായാലെങ്കിൽ പോലും അത് പോലീസിന്റെ പരിഗണനയിലാണ്. അത് സംബന്ധിച്ച് പരാതി ചെയ്തിട്ടുണ്ട്. അത് വിശദമായി അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്താമെന്ന് പോലീസുമായി കൂടിയാലോചിച്ച് ഇരുകൂട്ടരും കഴിഞ്ഞ ദിവസം തന്നെ സംഭവിച്ചിരുന്നു. അതിന് പ്രകാരം ഇന്ന് അതിനായി ചെല്ലാനും അറിയിച്ചിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം. രാത്രിയുടെ മറവിൽ പ്രത്യേകിച്ചും ഒരു 10-11 മണിയോട് അടുപ്പിച്ചൊരു സമയത്ത് ഒരു സംഘം ആളുകൾ എത്തുന്നു. ഒരു ഗ്രാമീണ മേഖലയാണ്, പെട്ടെന്ന് ആളുകൾക്ക് എത്താൻ പറ്റുന്ന പ്രദേശമല്ല. ആ ഒരു തോട്ടം മേഖലയാണ്, ഏറെത്തോട്ടമൊക്കെ നിറഞ്ഞൊരു പ്രദേശമാണ്. അവിടേക്ക് ഇത്തരത്തിൽ നിരവധി ആളുകൾ എത്തി സ്ത്രീകൾ മാത്രമുള്ള സമയത്ത് ആക്രമണം നടത്തിയത് എന്തായാലും വലിയ അപലപനീയമായ ഒരു കാര്യമാണ്. എന്തായാലും വിഷയത്തിൽ ശക്തമായൊരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതൃത്വവും കൃത്യമായൊരു ഇടപെടൽ ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. ഈ സംഘത്തിലും ആക്രമിക്കാനെത്തിയ നേതാവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിലും സ്ത്രീകൾ ഉണ്ടായിരുന്നു തോന്നുന്നുവല്ലോ ദൃശ്യങ്ങളിൽ. തീർച്ചയായും അവരെ ആ പ്രദേശവാസികളായ ചിലരൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ആദിവാസികളായ ഇവരെല്ലാം ഈ പ്രദേശത്തോട് അനുബന്ധിച്ച് താമസിക്കുന്നവരൊക്കെയാണ്. എന്തായാലും ഈ കൂടുതൽ ആളുകളും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരായ മറ്റുള്ളവരും ഉണ്ടായിരുന്നു, സ്ത്രീകളടക്കമുള്ളവരുണ്ടായിരുന്നു. ഇവരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ എന്തായാലും ഈ രാത്രികാരുടെ മറവിലുണ്ടായത് വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു വഴിത്തർക്കം എന്നുള്ളത് രാത്രിയുടെ മറവിൽ പരിഹരിക്കേണ്ടതല്ല എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ചും
പ്രാദേശികമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു പ്രാദേശിക പൊതുപ്രവർത്തകൻ ഇത്തരത്തിൽ ഈ വിഷയങ്ങളിലേക്ക് ഇടപെടുന്നത് വലിയ ചർച്ചയ്ക്ക് ഇരയാക്കിയിട്ടുണ്ട് എന്തോ. ഉറപ്പായിട്ടും എന്താണെങ്കിലും രാത്രിയിലെത്തി ഇങ്ങനെ മർദ്ദിക്കുന്ന സ്ത്രീകളെ ആക്രമിക്കുന്ന ദൃശ്യമാണ്. അത് ഇടുക്കി കുമ്പപ്പാറയിൽ നിന്നാണ്. DCC അംഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള തർക്കം എന്നാണ് പറയുന്നത്. പോലീസ് അന്വേഷിക്കുന്നു. അത് ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഒരു കുട്ടി ഉൾപ്പെടെ കാണാം. ആ സ്ത്രീയുടെ ഒക്കത്തൊരു കുഞ്ഞിനെയും കരുതിയിട്ടുണ്ട്. അവരോടൊക്കെ കൂടിയായിരുന്നു ഈ അതിക്രമം എന്നുള്ളതാണ് ഏറ്റവും അപലപനീയം. പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.